ഒരു വർഷം മണ്ണിലിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റാതായി പോയ ഇഞ്ചിക്ക് എന്ത് സംഭവിക്കും? അത് നശിച്ചു പോവുമോ അല്ലെങ്കിൽ ഇരട്ടിയായിട്ടുണ്ടാവുമോ? അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞതിനും മുന്നത്തെ വർഷം നട്ട ഇഞ്ചിയാണ് കേട്ടോ. ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം വിളവെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങിപ്പോയിരുന്നു കേട്ടോ. ഇലയൊക്കെ ഉണങ്ങിപ്പോയെങ്കിലും ദാ നോക്കി പുതിയതായിട്ട് കിളർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിക്സ് തുളസി നിൽക്കുന്നുണ്ട്. നമുക്കതൊക്കെ ആദ്യം അങ്ങോട്ട് മാറ്റണം, എങ്കിലാണ് നമുക്ക് ഇഞ്ചി അതിൽ നിന്നും വിളവെടുക്കാൻ പറ്റുകയുള്ളൂ. വിക്സ് തുളസി പറിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഒരു ചട്ടിയിൽ നിൽക്കുന്ന ഒക്കെ വിക്സ് തുളസിയാണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വിക്സ് തുളസി അങ്ങോട്ട് പറിച്ചെടുക്കാം. ഇതാ നല്ലപോലെ വേരൊക്കെ ഇറങ്ങി മൊത്തത്തിൽ സ്പ്രെഡായിട്ട് കിടക്കുകയാണ് കേട്ടോ. അതിൻ്റെ നടുക്കാണ് നമ്മളുടെ പാവം ഇഞ്ചി കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് 2 വർഷമായിട്ട് കിടക്കുന്ന ഈ ഇഞ്ചിയെ വിളവെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ മുളകൾ വന്നതിനെ നമുക്കൊന്ന് മാറ്റി നടുകയും വേണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ ചെറിയ കൃഷികളും പിന്നെ ചെടികളൊക്കെയാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ആ വിക്സ് തുളസി കംപ്ലീറ്റ് തന്നെ പറിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി എത്രത്തോളം ഉണ്ടെന്നൊന്ന് നോക്കാം. ഇതാ നോക്കിയേ, ചെറിയ മുളയിൽ നിന്നും അത്യാവശ്യം നല്ലപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് വിക്സ് തുളസി കംപ്ലീറ്റ്ലി അങ്ങോട്ട് കവറായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇഞ്ചി പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പുതിയ മുളയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായേ. ഇതാ നോക്കിയേ, അത്യാവശ്യം നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതേപോലെ തന്നെ ചെറിയ ചെറിയ മുളകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്കിത് വീട്ടിലെ ആവശ്യത്തിന് കൊടുക്കാം, ബാക്കിയുള്ളത് നട്ടും കൂടി കൊടുക്കാം കേട്ടോ. ഇനിയും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. സാധാരണയായി മെയ് ജൂൺ മാസങ്ങളിലാണ് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ മെയ് മാസമാണല്ലോ, ജൂണിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് സമയം തന്നെയാണ് കേട്ടോ കൃഷി ചെയ്യാനുള്ളത്. ചൂടൊക്കെ ഏകദേശം കുറഞ്ഞ് ചെറുതായി മഴയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങുന്നത്. മഴക്കാലത്താണ് ഇഞ്ചി നന്നായിട്ട് വളരുന്നത്. നട്ട് ഏകദേശം ഒരു 7-8 മാസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് വിളവെടുപ്പ് നടത്താം കേട്ടോ. അതായത് ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് നടത്താൻ പറ്റും. വിളവെടുക്കാനായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും കേട്ടോ. അതായത് കംപ്ലീറ്റ്ലി ഇലകളൊക്കെ ഉണങ്ങിപ്പോവും. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ഇഞ്ചി വിളവെടുക്കാനുള്ള സമയമായി എന്ന് നമ്മൾ അറിയുന്നത്. ഇനി ഇലകൾ മുഴുവൻ ഉണങ്ങിപ്പോയാലും നമ്മളുടെ ഇഞ്ചിക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. അടുത്ത വർഷമാകുമ്പോഴത്തേനും പഴയ പോലെ അത് മുളച്ചു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇത് തന്നെയാണ് കേട്ടോ. ഞാനും 2ാമത്തെ വർഷമായിട്ടാണല്ലോ ഈ ഒരു വിളവെടുപ്പ് നടത്തിയത്. നമ്മളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഏകദേശം ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പറിച്ചു തുടങ്ങാം. ഇനി ഇഞ്ചി ഉണക്കാനോ അതല്ലെങ്കിൽ നമുക്ക് അടുത്ത വിത്തിനൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു 8-9 മാസം കാത്തിരുന്നിട്ട് പറിക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ല മൂപ്പായാലാണ് വിത്തിനാണെങ്കിലും ചുക്കിനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, മുളയൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു ബാത്ത് ടബിലാണ് കേട്ടോ നട്ടു വെച്ചിരുന്നേച്ചത്. അപ്പൊ അതിലേക്ക് നമുക്ക് മണ്ണ് കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബാത്ത് ടബിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മണ്ണെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള പോട്ട്സ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പോട്ടിൽ ഉണ്ടായിരുന്ന വെച്ച മണ്ണൊക്കെ ഈ ഒരു ബാത്ത് ടബിലേക്ക് ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വിത്തൊക്കെ ഒന്ന് നടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ കരിയിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ടെറസിൽ തന്നെ വീണ് കിടക്കുന്ന ഉണങ്ങി കിടക്കുന്ന കരിയിലയാണ് കേട്ടോ. ബൊഗേൻ വില്ലാസിൽ നിന്നും ഇലകളിൽ നിന്നൊക്കെ കൊഴിഞ്ഞ് വീഴുന്നതാണ്. അപ്പം ഞാനതെടുത്ത് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഇവിടെ അല്ലാണ്ട് കരിയിലൊന്നും കിട്ടാറില്ല. അപ്പം ഞാൻ അത് എല്ലാ പോട്ടിലേക്കും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് 2 വലിയ പോട്ടും ബാക്കി 3 ചെറിയ പോട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നാലും നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഈ ഒരു പോട്ടും മതിയാകും. ഇഞ്ചി മേളിലേക്ക് പടർന്നു വരുന്ന ആ ഒരു ചെടി ആയതുകൊണ്ട് തന്നെ അധികം ആഴത്തിലുള്ള ചട്ടി അല്ലെങ്കിലും കുറച്ച് പരന്ന രീതിയിലുള്ള ചട്ടി എടുക്കലാണ് കേട്ടോ നല്ലത്. കാരണം മുള പൊട്ടി പുതിയ തൈകളായിട്ട് ഉണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പരന്ന രീതിയിലുള്ളത് എടുക്കലായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇതിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പോട്ടിലൊക്കെയാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത്.
അപ്പം ഞാൻ എന്താ അതിൽ നിന്നും നമ്മൾ മിക്സ് ചെയ്ത മണ്ണിൽ നിന്നും ആവശ്യത്തിനുള്ള മണ്ണൊന്നും എടുത്ത് ഈ ഒരു പോട്ടിലേക്കൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം മണ്ണൊന്നും എടുക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇഞ്ചി നട്ട് അതൊക്കെ ഒന്ന് കിളിർത്ത് വന്ന് പുതിയ പുതിയ തൈകളൊക്കെ വരുമ്പോൾ അതിൻ്റെ മേളിലേക്കും മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം മണ്ണ് ഞാൻ നിറക്കുന്നില്ല കേട്ടോ. ഇഞ്ചി നടാൻ അനുയോജ്യമായിട്ടുള്ള പോട്ടി മിക്സ് ചാണകവും ചകിരിച്ചോറും മിക്സ് ചെയ്ത മണ്ണാണ് കേട്ടോ. ഞാനിവിടെ ബയോബിനിലെ വളമാണ് എടുത്തിരിക്കുന്നത്. ബയോബിൻ വളം ചേർത്താലും നമ്മളുടെ ഇഞ്ചി കൃഷിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ മണ്ണെടുക്കുന്ന ഏകദേശം ഒരളവിൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിനെ ഇത് ടൈറ്റ് ആക്കില്ല കേട്ടോ. ഞാൻ നേരത്തെ ഇഞ്ചി പറിച്ചപ്പോൾ തന്നെ മണ്ണ് നല്ലപോലെ ലൂസായിട്ടാണ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ എനിക്ക് ഇഞ്ചി അതിൽ നിന്നും പറിച്ചെടുക്കാൻ പറ്റി. കാരണം അതിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ഈ ഒരു ബയോബിനിലെ വളമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മണ്ണ് ടൈറ്റ് ആവില്ല കേട്ടോ. മുറുകി കിടക്കുന്ന മണ്ണിൽ ഒരിക്കലും ഇഞ്ചി നന്നായിട്ട് വളരില്ല. ജൈവമാലിന്യമായതുകൊണ്ട് തന്നെ നമ്മളുടെ ഇഞ്ചിക്ക് നല്ല വലിപ്പവും നല്ല എരിവും കിട്ടാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേര് ചീയൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ്. വേപ്പിൻ പിണ്ണാക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തില്ലെങ്കിലും സാരമില്ല കേട്ടോ. ഇഞ്ചിയൊക്കെ മുളച്ച് പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത മിശ്രിതം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ മണ്ണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെയിൽ തട്ടി ആ ഇഞ്ചി ചീത്തയായി പോകും. അപ്പോൾ ദാ ഈ ഒരു മുള വന്നിരിക്കുന്ന ഭാഗം കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്നത്. ബാക്കി ഭാഗം നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു തണ്ടിൽ തന്നെ 2 സ്ഥലത്ത് മുള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇഞ്ചി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആഴത്തിൽ നട്ടു കൊടുക്കരുത് കേട്ടോ. ഏകദേശം ഒരു 2 ഇഞ്ച് താഴത്തിൽ മാത്രം നമ്മൾ ഇഞ്ചി നട്ടുകൊടുത്താൽ മതി. നമ്മളുടെ കൈവിരൽ കൊണ്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കി അതങ്ങനെ നട്ടുകൊടുത്താൽ മതി കേട്ടോ. അധികം താഴ്ത്തി നട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചി മുളച്ചു വരാൻ ചിലപ്പോൾ ഒരുപാട് സമയം പിടിക്കും. അതുമാത്രമല്ല ചിലപ്പോൾ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നട്ടുകൊടുക്കുന്നത് മുള വന്ന ഇഞ്ചിയാണല്ലോ. അപ്പോൾ നട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുള മുകളിലേക്കായിട്ട് വേണം നമ്മൾ നട്ടുകൊടുക്കാനായിട്ട്. ഇനി ഇത് നട്ടുകൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ മണ്ണൊന്ന് മൂടിക്കൊടുത്താൽ മതി കേട്ടോ. ശരിക്കും അമർത്തിയൊന്നും വെക്കരുത്, ചെറുതായിട്ടൊന്ന് മൂടിക്കൊടുത്താൽ മാത്രം മതിയേ. കുറച്ച് ഉണങ്ങിയ ഇലകളോ പച്ചിലകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നട്ടതിന് ശേഷം മേളിലൊന്ന് വെച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ആ ഒരു ഈർപ്പം അങ്ങനെ തന്നെ നിൽക്കാൻ സഹായിക്കും. നമ്മൾ നട്ടുകൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കണേ. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇനി നട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം തണലത്തിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം രാവിലത്തെ സൂര്യപ്രകാശം മാത്രമാണ് ഇവിടെ കാര്യമായിട്ട് കിട്ടുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ബാത്ത് ടബിലും കൂടി ഞാൻ നടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കും ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ വിത്തുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് എല്ലായിടത്തേക്കും നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു 5-6 സ്ഥലത്തായിട്ട് ഞാൻ നടുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ഒരു 5-6 എണ്ണം നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റും കേട്ടോ. ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം ഞാൻ മുള വന്ന ഭാഗങ്ങൾ മേളിലോട്ടായിട്ട് തന്നെ നട്ടു കൊടുക്കുന്നുണ്ടേ. വിത്തൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കിതാ ഇത്രത്തോളം കേട്ടോ ഇഞ്ചി കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴുകി ക്ലീൻ ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പം ഞാൻ ലാസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത സമയത്ത് ചെറിയ 2 തൈകൾ കൂടി കിട്ടിയായിരുന്നേ. അതും കൂടി ഒന്ന് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാട്ടോ പുതിയ മുളകളൊക്കെ വരുന്നത്. നമ്മുടെ നിശാഗന്ധി നോക്കിയേ, ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2 ദിവസം മതിയാകും. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് വിരിയോ കേട്ടോ. അപ്പോൾ വിരിയുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മളുടെ വീട്ടാവശ്യത്തിനാണെങ്കിലും ചെറിയ തോതിൽ പച്ചക്കറികൾ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നോക്കിയേ, ഇത്രത്തോളം ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത്രത്തോളം ഉണ്ട്.
എനിക്കിനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ ഒരു ഇഞ്ചി മതിയാകും കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിന്നെ ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.